സാംസങ്ങിന്റെ സാംസങ് M40 എന്ന ഫോൺ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ 675 പ്രോസസ്സറും പിന്നെ ട്രിപ്പിൾ ക്യാമറയും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M40 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള സ്മാർട്ട് ഫോൺ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സാംസങ് ഗാലക്സി M40യുടെ ഡിസ്പ്ലേ വരുന്നത് 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി O ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് എന്നുള്ളതാണ്. അതായത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ. സാംസങ് ഗാലക്സി S10 കണ്ടിട്ടുള്ള അതേ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ബാക്ക് കവർ വരുന്നത് ഒരു പോളി കാർബണേറ്റ് ബോഡിയുമായിട്ടാണ്, അതായത് പ്ലാസ്റ്റിക് ബോഡി. എന്നാൽ കൂടിയും അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഗാലക്സി M40. പിന്നെ സാംസങ്ങിന്റെ മിഡ് റേഞ്ചിൽ വരുന്ന മറ്റ് A സീരീസിലെയും അതുപോലെ തന്നെ M സീരീസിലെയും ഫോണുകളെ പോലെ ഈ ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പകരം TFT LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ഫോണിന്റെ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഫോണിൽ ഇയർപീസ് ഇല്ല. പകരം സ്ക്രീൻ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് പുറത്തോട്ട് വരുന്നത്. സാധാരണ നമ്മൾ കോൾ ചെയ്യുമ്പോൾ മുകളിലുള്ള ഇയർപീസിലൂടെയാണ് നമുക്ക് സൗണ്ട് പുറത്തോട്ട് വരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ ഇയർപീസ് കൊടുത്തിട്ടില്ല. പകരം സ്ക്രീൻ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സൗണ്ട് പുറത്തോട്ട് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ഒരു ഫീച്ചറാണിത്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 675 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മിഡ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 675 എന്നുള്ളത്. റെഡ്മി നോട്ട് 7 പ്രോ എന്ന ഫോണിൽ കണ്ടിട്ടുള്ള അതേ പ്രോസസ്സർ തന്നെയാണ് ഇതും. പിന്നെ 6GB റാം ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. കൂടെ 128GB ഇന്റേണലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 20,000 രൂപയ്ക്ക് താഴെ വരുന്ന സാംസങ് ഫോണുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഈ ഒരു ഫോണിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ് M40യുടെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. 32 മെഗാ പിക്സലിന്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ലെൻസും ഉണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. കൂടാതെ 5 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ 240 FPS സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 16 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സിംഗിൾ സെൻസറാണ് വരുന്നത്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് ഇല്ല. പിന്നെ ബോക്സിൽ തന്നെ നമുക്ക് ടൈപ്പ് C ഹെഡ്സെറ്റ് ലഭിക്കുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് 360 സറൗണ്ട് സൗണ്ട് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 3500 mAh ബാറ്ററി മാത്രമേ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. കൂടെ 15 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 19,990 രൂപയാണ് ഈ ഒരു ഫോണിന്റെ വില വരുന്നത്. ജൂൺ 18 മുതൽ ആമസോൺ വഴിയാണ് ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡ്മി നോട്ട് 7 പ്രോ അതുപോലെ തന്നെ റിയൽമി 3 പ്രോ പോലുള്ള ഫോണുകളോടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M40. റെഡ്മി നോട്ട് 7 പ്രോയുടെയും അതുപോലെ തന്നെ റിയൽമി 3 പ്രോയുടെയും 6GB റാം വെർഷന്റെ വില വരുന്നത് 17,000 രൂപയാണ്. ഈ ഒരു ഫോണിന്റെ വില 20,000 രൂപയും 3,000 രൂപ കൂടുതലാണ്. അതിന് നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ സ്ക്രീൻ വൈബ്രേറ്റ് ചെയ്തിട്ട് സൗണ്ട് പുറത്തു വരുന്ന ഒരു ഫീച്ചറും ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സാംസങ്ങിന്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു ഫോണുകളിലെ പോലെ ഈ ഫോണിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ അല്ല ലഭിക്കുന്നത്. പകരം TFT ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ M30 അതുപോലെ തന്നെ A50 പോലുള്ള ഫോണുകളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്.